സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ പണം വിതരണം ചെയ്യാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് പെരുമ്പടപ്പ് അസിസ്റ്റന്റ് കൃഷി ഡയറക്ടറുടെ ഓഫീസിലേക്ക് കർഷകർ മാർച്ച് നടത്തി. നെല്ല് സംഭരിച്ച് 2 മാസം പിന്നിട്ടിട്ടും വില നൽകാതെ സപ്ലൈകോ. സംഭരണം നടത്തി 2 മാസം പിന്നിട്ടിട്ടും കോൾ കർഷകരുടെ പണം വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് പൊന്നാനി കോൾ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. കിലോഗ്രാമിന് 28.30 രൂപ നിരക്കിലായിരുന്നു മാർച്ച് മുതൽ മെയ് വരെ മാസങ്ങളിൽ സപ്ലൈകോ നെല്ല് സംഭരിച്ചത്. കോളിലെ 3000-ഓളം കർഷകരിൽ നിന്ന് 10,500 ടൺ നെല്ല് സംഭരിച്ചതിന്റെ തുക 30 കോടി രൂപയാണ് സപ്ലൈകോ നൽകാനുള്ളത്. ഞങ്ങൾ സംഭരിച്ച നെല്ലിന്റെ പൈസയാണ് ചോദിക്കുന്നത്. ഒരിക്കലും ഞങ്ങൾക്കൊരു സൗജന്യമായ സാമൂഹ്യ പെൻഷൻ വൈകിയെന്നോ അല്ലെങ്കിൽ മറ്റു ആനുകൂല്യങ്ങൾ കിട്ടിയില്ലെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ ചോറ് നേരാക്കി മണ്ണിൽ ചവിട്ടി ഞങ്ങളുടെ വിയർപ്പിനാൽ വീണ ആ മണ്ണിൽ നിന്ന് ഉത്പാദിപ്പിച്ച നെല്ലിന്റെ പൈസ കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ആധികാരികമായ അല്ലെങ്കിൽ ഏറ്റവും മെറിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത്. അപ്പൊ ഈ സമരത്തിൽ കൃത്യമായി പറയുന്നത് പോലെ ഞങ്ങൾക്ക് വേറൊരു താല്പര്യമില്ല. ഏതെങ്കിലും സർക്കാരുകൾ താഴ്ത്തിറക്കണമെന്നോ ഏതെങ്കിലും വ്യക്തികളെ മോശമാക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നാളത്തെ അധികാരത്തിൽ കയറണമെന്നോ ഒരു താല്പര്യമില്ല. ഞങ്ങൾ ഉണ്ടാക്കിയ നെല്ലിന്റെ പൈസ കൊടുക്കുക എന്നുള്ളതാണ്. അതിനൊരു ക്രമമായ ഇപ്പൊ കഴിഞ്ഞ വർഷം ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഏപ്രിൽ മാസത്തിൽ കൊയ്തെടുത്ത പല കർഷകരും ഇതിലുണ്ട്. ഏകദേശം 2 മാസം പിന്നിട്ടിട്ടാണ് ഞങ്ങൾ ഈ സമരത്തിന് ഇറങ്ങുന്നത്. 1 ദിവസം 10 ദിവസം 15 ദിവസമല്ല. മുൻകാലങ്ങളിൽ സംഭരിച്ചാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ പണം ലഭിച്ചിരുന്നു. സപ്ലൈകോയുടെയും ബാങ്കുകളുടെയും അനാസ്ഥയാണ് വൈകാൻ കാരണമെന്ന് കർഷകർ ആരോപിച്ചു. വി കരുണാകരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. NK സതീശൻ അധ്യക്ഷത വഹിച്ചു. KA ജയന്ത്, P അബ്ദുള്ള ലത്തീഫ്, ഹസൻ തളികശ്ശേരി, VK ഹമീദ്, മുസ്തഫ കമാൽ എന്നിവർ സംസാരിച്ചു. NCV ന്യൂസ് പൊന്നാനി. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.